സേഫ്റ്റി ബിഹേവിയേഴ്സ് ഇൻ ആങ്സൈറ്റി എന്ന് പറയുന്നത്, നമ്മൾ ആങ്സൈറ്റി ഉള്ള ഒരാൾ, അല്ലെങ്കിൽ ഒരു പക്ഷേ ഒരു വറീഡ് തോട്ടുള്ള ഒരാൾ, അയാളുടെ ആ ഒരു ആങ്സൈറ്റി കുറയാൻ വേണ്ടി അയാൾ ചെയ്യുന്ന കാര്യങ്ങളാണ് സേഫ്റ്റി ബിഹേവിയേഴ്സ് എന്ന് പറയുക. പക്ഷേ അതിലുള്ളൊരു അപാകത എന്ന് പറയുന്നത്, നമ്മൾ ആ ആങ്ഷ്യസ് ആയിരിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ ആങ്സൈറ്റി ഉള്ള കാര്യങ്ങൾ ഈ സേഫ്റ്റി ബിഹേവിയേഴ്സ് ചെയ്യുന്നത് കൊണ്ട് മാറുമെന്ന് നമ്മുടെ തെറ്റായ ചിന്താഗതിയാണ്. ഒരു പക്ഷേ എന്താണ് സേഫ്റ്റി ബിഹേവിയേഴ്സ് എന്ന എക്സാമ്പിൾസ് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ ധാരണ കിട്ടും. ഒരു പക്ഷേ നമുക്കിപ്പോൾ ഒരു സോഷ്യൽ സിറ്റുവേഷനെയാണ് പേടി. ആ സോഷ്യൽ സിറ്റുവേഷന് പേടിയുണ്ടാകുമ്പോൾ നമ്മൾ ഐ കോണ്ടാക്റ്റ് കീപ്പ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ആ ഒരു ചെയ്യേണ്ട കാര്യത്തെപ്പറ്റി റിപ്പീറ്റഡായി വീണ്ടും വീണ്ടും അത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്ത് ഓവറായിട്ട് അതിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നത് ഒരു സേഫ്റ്റി ബിഹേവിയറാണ്. നമ്മൾ ആ സിറ്റുവേഷനെ അവോയ്ഡ് ചെയ്ത് ആ സോഷ്യൽ സിറ്റുവേഷനേ പോകുന്നില്ല എന്ന് കാണിക്കുന്നതൊരു സേഫ്റ്റി ബിഹേവിയറാണ്. അങ്ങനെ പല രീതിയിൽ സേഫ്റ്റി ബിഹേവിയേഴ്സ് ഉണ്ട്. പ്രൊക്രാസ്റ്റിനേഷൻ ഒരു സേഫ്റ്റി ബിഹേവിയറാണ്, ഡിസ്പ്ലേസ്മെൻ്റ് ഒരു സേഫ്റ്റി ബിഹേവിയറാണ്, സബ്സ്റ്റൻസ് അബ്യൂസ് ഒരു സേഫ്റ്റി ബിഹേവിയറാണ്. ഇങ്ങനെ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ട് ഞാൻ ആ സ്ട്രെസ്ഫുൾ തോട്ടിൽ നിന്നും അല്ലെങ്കിൽ ആങ്ഷ്യസ് തോട്ടിൽ നിന്നും രക്ഷപ്പെടും, ആ ആങ്ഷ്യസ് സിറ്റുവേഷനിൽ നിന്നും രക്ഷപ്പെടും എന്ന് ചിന്തിക്കുന്നു. പക്ഷേ എപ്പോഴും ഈ ഒരു നമ്മുടെ സേഫ്റ്റി ബിഹേവിയർ നമ്മൾ ചെയ്യുമ്പോൾ നമുക്കത് താൽക്കാലികമായൊരു റിലീഫ് മാത്രമാണ് തരുന്നത്, ഒരു ഷോർട്ട് ടൈം റിലീഫ് തരുന്നു എന്നതാണ് നമ്മളെപ്പോഴും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ യഥാർത്ഥത്തിലുള്ള നമ്മുടെ ആങ്സൈറ്റി ഉണ്ടാകാൻ കാരണമായ കാര്യം നമുക്കൊരിക്കലും മാറുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ഒരു ഡിസ്കംഫർട്ടിനെ നമുക്കെപ്പോഴും അവോയ്ഡ് ചെയ്യുക എന്നുള്ളത് കൊണ്ടും, ഒരു ഷോർട്ട് ടൈം റിലീഫ് കിട്ടുന്നുള്ളത് കൊണ്ടും, നമ്മുടെ ഒരു പെർസീവ്ഡ് കൺട്രോൾ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ അയാൾക്ക് കൺട്രോൾ ഇല്ല, ബട്ട് കൺട്രോൾ ചെയ്യാം എന്ന തെറ്റിദ്ധാരണ കൊണ്ടും അയാൾ ചെയ്യുന്നതാണ് സേഫ്റ്റി ബിഹേവിയർ. അതൊക്കെയാണ് സേഫ്റ്റി ബിഹേവിയർ കാണിക്കാനുണ്ടായ കാരണങ്ങൾ. നമുക്കിതിൻ്റെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്, ഈ സേഫ്റ്റി ബിഹേവിയർ ചെയ്യുന്നത് കൊണ്ട് അവരുടെ ആങ്സൈറ്റി എപ്പോഴും അതുപോലെ തന്നെ നിലനിൽക്കുന്നു. അതുപോലെ തന്നെ അവോയ്ഡ് ചെയ്യാനുള്ളൊരു പ്രവണത ഭയങ്കരമായി കൂടുന്നു. അവരുടെ ഒരു ഡിപ്പെൻഡൻസി ഭയങ്കരമായി കൂടുന്നു. അവരുടെ ഒരു റിയാലിറ്റിയിൽ അല്ലെങ്കിൽ യാഥാർത്ഥ്യത്തെ അവരെപ്പോഴും ഒളിച്ചു വെക്കുന്നു അല്ലെങ്കിൽ മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ് ഈ ഒരു സേഫ്റ്റി ബിഹേവിയേഴ്സ് കൊണ്ടുള്ള ദോഷങ്ങൾ. ഈ സേഫ്റ്റി ബിഹേവിയേഴ്സ് ഓരോ കാര്യങ്ങളിലും ഓരോന്നാണ് കേട്ടോ. സോഷ്യൽ സിറ്റുവേഷനിൽ ചില സേഫ്റ്റി ബിഹേവിയേഴ്സ് ഉണ്ട്. ഇനിയിപ്പോൾ ഫോബിയ ഉള്ള ആളുകളെന്ന് പറയുന്നത്, അവരിപ്പോൾ ആ കാര്യങ്ങളിൽ നിന്നും മാറാൻ എപ്പോഴും എന്ന് പറഞ്ഞാൽ, ഫോബിയ ഉള്ള ഒരാൾ ആ കാര്യത്തെപ്പറ്റിയോ ചിന്തിക്കുകയോ ഓർക്കുകയോ പോവുകയോ ഇല്ല, പകരം മറ്റ് പല കാര്യങ്ങളിലോട്ട് ഡിസ്ട്രാക്റ്റഡ് ആയി പോകുന്നു. അല്ലെങ്കിൽ മറ്റ് പല കാര്യങ്ങളിലോട്ടും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. ആ ചെയ്യേണ്ട കാര്യം ഒരിക്കലും ചെയ്യുന്നില്ല. അതിനെ ഡിസ്ട്രാക്ഷൻ എന്ന് പറയുക. ബട്ട് അതുപോലെയല്ല, ഇനിയിപ്പോൾ OCD ഉള്ള ഒരാളാണെങ്കിൽ അവരതിനെ റിപ്പീറ്റഡായി വീണ്ടും 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 ചെയ്ത് നോക്കുന്നു. ഓവർ കോമ്പൻസേറ്റിംഗ് സ്ട്രാറ്റജി ആയിരിക്കും എടുക്കുന്നത്, അല്ലെങ്കിൽ പ്ലീസിങ് നേച്ചർ ആയിരിക്കും എടുക്കുന്നത്, ഓവർ പെർഫെക്ഷനിസം ആയിരിക്കും എടുക്കുന്നത്. അതൊക്കെ ഒരു സേഫ്റ്റി ബിഹേവിയേഴ്സാണ്. ഇങ്ങനെ ഓരോ ആങ്സൈറ്റി കണ്ടീഷനിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള സേഫ്റ്റി ബിഹേവിയേഴ്സാണ് ആളുകൾ ചൂസ് ചെയ്യുക.